ഇനി ഉള്ളത് നമ്മുടെ അമ്പയറിംഗ് ലോസിലെ ലോ നമ്പർ 9 ആണ്. അത് പ്രിപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പ്ലേയിങ് ഏരിയയുടെ പ്രിപ്പറേഷനും എങ്ങനെയാണ് തയ്യാറെടുക്കപ്പെടുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അപ്പോൾ അത് റോളിങ് വിച്ച് ഷാൽ നോട്ട് ബി റോൾ ഡ്യൂറിങ് ദ മാച്ച് എക്സെപ്റ്റ് ആസ് പെർ പെർമിറ്റഡ്. ഇനി പറയാൻ പോകുന്ന 1-2 ക്ലോസ് ഉണ്ട്, അതിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ട് റോളിങ് എപ്പോഴൊക്കെ ചെയ്യാന്നുള്ളത്. പിച്ച് നമ്മൾ റോൾ ചെയ്യില്ലേ ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കേസാണ് പറയുന്നത്. The frequency and duration of rolling. During the match, the pitch may be rolled at the request of the captain of the batting side for a period not more than 7 minutes before the start of the innings and other than the first innings of the match and before the start of subsequent day's play. അതായത് ഒരു മാച്ചിൽ നമ്മുടെ ബാറ്റിംഗ് സൈഡ് ക്യാപ്റ്റൻ റിക്വസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് മാച്ച് ആണെങ്കിൽ ഓരോ ഇന്നിങ്സ് തുടങ്ങുമ്പോൾ ഒരു 7 മിനിറ്റത്തേക്കൊക്കെ റോൾ ചെയ്യാൻ സമ്മതിക്കുന്നതാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇന്നിങ്സിൽ പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ഇന്നിങ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചേക്കല്ലേ, അപ്പോൾ അവിടെ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും വേണമെങ്കിൽ പറയാം, ക്യാപ്റ്റൻ റിക്വസ്റ്റ് ചെയ്ത് ഒന്ന് റോൾ ചെയ്യിക്കാൻ പറ്റും. 7 മിനിറ്റൊക്കെ റോൾ ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. റോളിംഗ് ആഫ്റ്റർ ഡിലേ സ്റ്റാർട്ട്. ഇൻ അഡീഷൻ ടു ദ റോളിംഗ് പെർമിറ്റഡ് അപ്പോൾ after the toss and before the first innings of the match, the start is delayed. Captain of the batting side may request the pitch to be rolled for not more than 7 minutes. അതായത് നമ്മൾ ടോസൊക്കെ ഇട്ടു കളിക്കാൻ തുടങ്ങാൻ പോകുന്നതിനുമ്പോൾ തുടങ്ങാൻ പോകുന്നതിനുമ്പോൾ തന്നെ മഴയോ എന്തെങ്കിലും കാരണവശാൽ ഇന്നിങ്സ് ഡിലേഡായിട്ട് സ്റ്റാർട്ടാവുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിൽ പോലും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. 7 മിനിറ്റാണ് ചെയ്യാൻ പോകുന്നത് എൻ്റെ റോളിങ്. എന്നാലും ആ ടൈമിൽ റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. However, if the umpires agree that delay has had no significant effect on the state of the pitch, they shall refuse such request for rolling of the pitch. അതായത് നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സ് തുടങ്ങാൻ പോകുന്നു, ടോസൊക്കെ ഇട്ടു, ബാറ്റിംഗ് ഇതൊക്കെ തീരുമാനിച്ചു. അതിനുശേഷം മഴ പെയ്യോ അല്ലെങ്കിൽ മഴ പെയ്യണ്ട വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാരണവശാൽ സപ്പോസ് നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ മാച്ച് ഒന്ന് ഡിലേ ആയിപ്പോയി. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ അമ്പയർ സാറിനോട് ചോദിക്കുന്നു, ഒന്ന് റോൾ ചെയ്യിച്ചൂടെ ചോദിക്കുമ്പോഴത്തേക്കും അമ്പയറും അവർ നോക്കിയിട്ട് അവർക്ക് തോന്നുകയാണ് ഈ ഡിലേ വന്നതുകൊണ്ട് ആ പിച്ചിന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. അതായത് ഈ ഡിലേ കാരണം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റൊന്നും പിച്ചിന് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നീ പോടാ പറ്റില്ല എന്ന് വേണമെങ്കിൽ അമ്പയറിന് പറയാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില ഗ്രൗണ്ടിലൊക്കെ കുറേ റോളേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മോർ ദാൻ 1 റോളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ക്യാപ്റ്റൻ ബാറ്റിംഗ് സൈഡിലെ ക്യാപ്റ്റൻ കേട്ടോ എപ്പോഴും ഷെൽ ചൂസ് വിച്ച് വൺ ഈസ് ടു ബി യൂസ്ഡ്. ടൈമിംഗ് ഓഫ് ദ പെർമിറ്റഡ് റോളിംഗ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, റോളിംഗ് പെർമിറ്റഡ് മാക്സിമം 7 minutes ആണ്. ബിഫോർ ദ പ്ലേ ബിഗിൻസ് ഓൺ എനി ഡേ ഷാൽ നോട്ട് ബി സ്റ്റാർട്ടഡ് മോർ ദാൻ 30 minutes ബിഫോർ ദ ടൈം ഷെഡ്യൂൾ ഓർ റീഷെഡ്യൂൾ ഫോർ ദ പ്ലേ ടു ബിഗിൻ. അതായത് നമ്മൾ റോൾ ചെയ്യാം, പക്ഷേ ഒരു 30 മിനിറ്റ് മുമ്പ് ഒന്ന് ഇപ്പോൾ 9:30ക്കാണ് സ്റ്റാർട്ടിങ്, ഒരു 9 മണി കഴിഞ്ഞിട്ട് റോൾ ചെയ്യണ കേസാണ് പറയുന്നത്. അതിന് മുമ്പായിട്ടൊക്കെ റോൾ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഈ റൂൾ പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ബാറ്റിംഗ് സൈഡ് ഹൗവർ ഡിലേ ദ സ്റ്റാർട്ട് ഓഫ് സച്ച് റോളിംഗ് അണ്ടിൽ നോട്ട് ലെസ് ദാൻ 10 minutes ബിഫോർ ദ ടൈം ഷെഡ്യൂൾ ഓർ റീഷെഡ്യൂൾ ഫോർ ദ പ്ലേ ടു ബിഗിൻ. അതായത് നമ്മുടെ സപ്പോസ് 9:30ക്കാണ് മാച്ച് തുടങ്ങേണ്ടത്. അപ്പോൾ ക്യാപ്റ്റൻ നമ്മൾ പറഞ്ഞു 9 മണിക്ക് മുന്നേ അപ്പോൾ ഡിലേ മീൻസ് നമുക്ക് റോൾ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്കൊരു 9:20 ആകുമ്പോഴത്തേക്കും വേണമെങ്കിൽ ക്യാപ്റ്റൻ റിക്വസ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്യാം. അപ്പോൾ ഒരു 9:17 27 ആകുമ്പോൾ തീരുമല്ലോ, 9:30 മാച്ച് തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ക്ലിയറിങ് ഡെബ്രീസ് ഫ്രം ദ പിച്ച്, അതായത് പിച്ചിൽ വല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണ കേസാണ് പറയുന്നത്. ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ഈച്ച് ഡേയ്സ് പ്ലേ ഇത് നമുക്ക് ഡെബ്രീസ് ക്ലിയർ ചെയ്യാം. ദിസ് ഷാൽ ബി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് മൂവിങ് ആൻഡ് ബിഫോർ എനി റോളിംഗ്. മൂവിങ് എന്താണ് അടുത്തതിൽ വരുന്നുണ്ട്. നോട്ട് എർലിയർ ദാൻ 30 minutes, നോട്ട് ലേറ്റർ ദാൻ 10 minutes ബിഫോർ ദ ടൈം ഓഫ് ഓർ എനി റീഷെഡ്യൂൾ ടൈം ഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ പ്ലേ. അതായത് ഈ ഡെബ്രീസ് ക്ലിയറിൻ്റെ കേസും നമ്മുടെ റോളിങ്ങിൻ്റെ അതേപോലത്തെ തന്നെയാണ്. 30 മിനിറ്റ് മുന്നേ ചെയ്യാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ ചെയ്യുകയും വേണം. അതായത് 9:30 ഒരു മാച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് 9 മണി കഴിഞ്ഞ് ഈ പറഞ്ഞ ഡെബ്രീസ് ക്ലിയറിൻ്റെ കേസ് ചോദിക്കാം. അതൊരു 9:20 വരെയൊക്കെ 20 ആകുമ്പോഴാണ് സപ്പോസ് ക്യാപ്റ്റൻ പറയണമെങ്കിൽ അതായത് 10 മിനിറ്റ് മുന്നേ പറയണം. അപ്പോൾ ഈ പറഞ്ഞ ഡെബ്രീസ് ക്ലിയർ ചെയ്ത് റോളിങ് ഇതൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മളൊരു പിച്ച് ആദ്യം ഡെബ്രീസ് ക്ലിയർ ചെയ്ത് എന്നിട്ടാണ് റോൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ബിറ്റ്വീൻ ദ ഇന്നിങ്സ് ഇത് ഡെബ്രീസ് ക്ലിയർനെസ് ദിസ് ഷാൽ പ്രൊസീഡ്
റോളിംഗ് ഇഫ് എനി ഈസ് ടു ടേക്ക് പ്ലേസ്. അപ്പോൾ റോളിങ്ങിന് മുന്നായിട്ട് ഇത് ഡെബ്രിസ് എടുത്ത് കളയാനായി പറയുന്നുണ്ട്. പിന്നെ ആറ്റ് ഇൻ്റർവൽസ് ഓഫ് മീൽസ് പറയുന്നുണ്ട്. ക്ലിയറൻസ് ഓഫ് ഡെബ്രിസ് ഷാൽ ബി ഡൺ ബൈ സ്വീപ്പിംഗ്. എങ്ങനെ മറ്റേ ചൂലൊക്കെ വെച്ച് അടിച്ച് എക്സെപ്റ്റ് വേറെ അമ്പയേഴ്സ് കൺസിഡർ ദാറ്റ് ദിസ് മേ ബി ഡെട്രിമെൻ്റൽ ടു സർഫസ് ഓഫ് പിച്ച്. ചൂല് വെച്ച് അടിച്ച് കളയാം, പക്ഷേ പിച്ച് ഇപ്പോൾ 2-3 ദിവസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂലൊക്കെ വെച്ച് അടിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അവിടെ ഭയങ്കര ഡെട്രിമെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡെബ്രിസ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് യൂസിങ് ഹാൻഡാണ്, വിത്തൗട്ട് സ്വീപ്പിംഗ്. അതാണ് പറഞ്ഞേക്കുന്നത്. ഇതുകൂടാതെ ഡെബ്രിസ് മേ ബി ക്ലിയർ ഫ്രം ദ പിച്ച് ബൈ ഹാൻഡ് വിത്തൗട്ട് സ്വീപ്പിംഗ് ബിഫോർ മൂവിങ് ആൻഡ് വെൻ എവർ ദ അമ്പയർ കൺസിഡർ ഇറ്റ്സ് നെസറി. അതായത് മൂവിങ്ങിന് മുമ്പായിട്ടും നമുക്ക് ഇത് ക്ലിയർ ചെയ്യണ കേസും ആണ് പറയുന്നേക്കുന്നത്. അമ്പയർമാർക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ ക്ലിയർ ചെയ്യാൻ പറയാം. റെസ്പോൺസിബിലിറ്റി ഫോർ മൂവിങ്. അപ്പോൾ മൂവിങ് എന്താണെന്ന് മനസ്സിലാക്കാം. മൂവിങ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്രാസ് ഭയങ്കരമായിട്ട് പൊങ്ങിക്കാത്ത രീതിയിലൊക്കെ കട്ട് ചെയ്ത് കൃത്യമായിട്ട്. ചില പിച്ചുകൾ ഗ്രാസി പിച്ചുകളായിരിക്കും, ചില പിച്ചുകൾ പക്ക മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു മൂവിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഗ്രാസ് പോലത്തെ സാധനങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഗ്രൗണ്ട് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറഞ്ഞ മൂവിങ് എന്ന് പറഞ്ഞ ഇനിഷ്യൽ കേസിൽ കളി തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. അതിനുശേഷം ഉള്ള ഇതെല്ലാം അമ്പയർമാരുടെ സൂപ്പർവിഷനിലും ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെ. പക്ഷേ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് അമ്പയേഴ്സ് അത് നടക്കും. പിച്ച് ആൻഡ് ഔട്ട്ഫീൽഡിൻ്റെ കേസ് പറയുന്നുണ്ട്. ഇൻ ഓർഡർ ദാറ്റ് ത്രൂ ഔട്ട് ദ മാച്ച് ദ ഗ്രൗണ്ട് കണ്ടീഷൻ ഷുഡ് ബി ആസ് നിയർലി ദ സെയിം ഫോർ ബോത്ത് സൈഡ്സ് ആസ് പോസിബിൾ. അതായത് മാച്ചിൻ്റെ ഉടനീളം രണ്ട് സൈഡുകൾക്കും ഒരേ തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തന്നെ സാധ്യമാക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് എപ്പോഴും സാധ്യമാകണം നിർബന്ധമില്ല. ഇപ്പോൾ രാവിലെ ഒരു മാച്ച് ഒരു 7:30 ആ ഒരു ടൈമിലൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര ഡ്യൂ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ ഒരു മാച്ച് തുടങ്ങുകയാണെങ്കിൽ നല്ല ഡ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു രാവിലത്തെ ടൈമിൽ ഡ്യൂ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ഡ്യൂ അങ്ങ് മാറും. അപ്പം ബോത്ത് സൈഡ് ചിലപ്പോൾ ആ മീൻവെയിൽ മറ്റേ സൈഡ് ബാറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ആ ഒരു ഡ്യൂ കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാം. പിന്നെ ബോത്ത് ദ പിച്ച് ആൻഡ് ദ ഔട്ട്ഫീൽഡ് ഷാൽ ബി മോൺ ഓൺ ഈച്ച് ഡേ. അതായത് നമ്മുടെ ടെസ്റ്റ് മാച്ചിൻ്റെ കേസുകളാട്ടോ പറയുന്നത്. എല്ലാ ദിവസവും മോൺ ചെയ്യണം, മറ്റേ പിച്ചും ഔട്ട്ഫീൽഡും ഓൺ ഈച്ച് ഡേ ഓഫ് ദ മാച്ച് ഓൺ വിച്ച് ദ പ്ലേസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് പ്ലേസ് ഇഫ് ദ ഗ്രൗണ്ട് ആൻഡ് വെതർ കണ്ടീഷൻസ് പെർമിറ്റ്. ഈ ഗ്രൗണ്ടും വെതർ കണ്ടീഷനും അനുകൂലമാണെന്ന പക്ഷവും പിന്നെ അന്ന് കളി നടക്കാൻ അല്ലെങ്കിൽ ആ പറഞ്ഞ ദിവസങ്ങളിൽ കളി നടക്കാനുള്ള പക്ഷവും ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. If for reasons other than the condition of the ground or weather, complete moving of the outfield is not possible, the ground authority shall notify the captains and umpires of the procedure to be adopted for such moving during the match. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഗ്രൗണ്ട് വെതറോ കാരണം ഈ മൂവിങ് ഔട്ട്ഫീൽഡിൽ മൂവിങ് സാധ്യമല്ലെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് അതോറിറ്റി ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞ് അമ്പയർസ് അതനുസരിച്ചുള്ള പ്രൊസീജിയർ മാച്ചിനിടയിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. അടുത്ത ടൈമിംഗ് ഓഫ് ദ മൂവിങ് ആണ് ചോദിച്ചത്. മൂവിങ് ഓഫ് ദ പിച്ച് ഓൺ എനി ഡേ ഷാൽ ബി കംപ്ലീറ്റഡ് നോട്ട് ലേറ്റർ ദാൻ 30 minutes ബിഫോർ ദ ടൈം ഷെഡ്യൂൾ ഓർ റീഷെഡ്യൂൾ ഫോർ ദ പ്ലേ ടു ബിഗിൻ ഓൺ ദാറ്റ് ഡേ. അതായത് മൂവിങ് ചെയ്യേണ്ടത് നോട്ട് ലേറ്റർ ദാൻ, ബിഫോർ അല്ല, ലേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണക്ക് തന്നെ 30 minute മുന്നേ അല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ബിഫോർ ഓൺ ദ ബിഗിനിങ് ഓഫ് ദ ഡേ ബിഫോർ എനി സ്വീപ്പിംഗ് പ്രയോർ ടു റോളിംഗ്. സ്വീപ്പിംഗ് റോളിങ്ങും ചെയ്യണതിന് മുന്നുള്ള ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇഫ് നെസസറി ഡെബ്രിസ് മേ ബി റിമൂവ് ഫ്രം ദ പിച്ച് ബിഫോർ മൂവിങ് ബൈ ഹാൻഡ് വിത്തൗട്ട് സ്വീപ്പിംഗ്. അതായത് ആദ്യം ഈ മൂവിങ് ചെയ്യാൻ വന്നപ്പോൾ അതിൻ്റെ കുറേ കല്ലും കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ ഡെബ്രിസ് കിടക്കുന്നുണ്ട്, അതെടുത്ത് റിമൂവ് ചെയ്യണ കേസാണ് പറയുന്നത്. മൂവിങ് ഓഫ് ദ ഔട്ട്ഫീൽഡ് ഓൺ എനി ഡേ ഷാൽ ബി കംപ്ലീറ്റഡ് നോട്ട് ലേറ്റർ ദാൻ 50 minutes. ഔട്ട്ഫീൽഡ് എന്താണെന്നുള്ള വേറെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ഫീൽഡിനെ പറ്റി അതിൽ കുറച്ച് വിശദമാക്കാം. ഔട്ട്ഫീൽഡ് ഓൺ എനി ഡേ ഷാൽ ബി കംപ്ലീറ്റഡ് നോട്ട് ലേറ്റർ ദാൻ 15 minutes മുന്നെയാണ് ഔട്ട്ഫീൽഡിൻ്റെ കേസ് പറയുന്നത്. മറ്റേ 30 minutes ആണ് നമ്മുടെ പിച്ചിൻ്റെ കേസ്. ടൈം ഷെഡ്യൂൾ ഓർ റീഷെഡ്യൂൾ ഫോർ ദ എല്ലാത്തിനും പറഞ്ഞാൽ ടൈം ഷെഡ്യൂൾഡായിട്ടോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്ത് പിന്നെ പ്ലേ ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിന്ന് റെഫർ ചെയ്ത് വേണം എപ്പോഴും എടുക്കാൻ. വാട്ടറിങ് ദ പിച്ച് ഷാൽ നോട്ട് ബി വാട്ടർ ഡ്യൂറിങ് മാച്ച്. ഒരു കാരണവശാലും കളി നടക്കുമ്പോൾ വെള്ളം അതിൽ കൊണ്ട് ഒഴിക്കരുത്. റീമാർക്കിംഗ് ക്രീസസ് ഷാൽ ബി റീമാർക്ക് വെന്നെവർ ഐദർ അമ്പയർ കൺസിഡർ ഇറ്റ് നെസറി. നമ്മളിടയ്ക്ക് കളി കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, വൺ ഡേ മാച്ചൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫ് വന്ന് ക്രീസ് റീമാർക്ക് ചെയ്യണം. കാരണം എന്തായാലും കളിക്കുമ്പോൾ പലതും മാർക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആണ് പറയുന്നത്.
മെയിൻ്റെനൻസ് ഓഫ് ഫുട് ഹോൾസ്, അതായത് നമ്മൾ ക്രിക്കറ്റേഴ്സ് കളിക്കുമ്പോഴത്തേക്ക് അതിൽ ഹോൾസും കാര്യങ്ങളൊക്കെ ഹോൾസ് മെയ്ഡ് ബൈ ദ ബോളേഴ്സ് വരാം, ബാറ്റർ വരാം, അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ഡ്രൈ ചെയ്യാനുള്ളൊരു കേസ് എപ്പോഴും നോക്കണം എന്നുള്ളതാണ് അമ്പയർസ് എൻഷുർ ചെയ്യുന്നത്. എപ്പോഴാണോ ടൈം കിട്ടുന്ന ആ രീതിയിൽ ഇത് മെയിൻ്റെനൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന അമ്പയറാണ്. മീൻസ് അമ്പയറിൻ്റെ സൂപ്പർവിഷനിൽ. In matches of more than one day's duration, umpire shall allow, if necessary, the re-turfing of footholds made by the bowlers in their delivery strikes. അതായത് ബോളർ ഓടി ഇങ്ങനെ പോകുമ്പോഴേക്കുള്ള ഡെലിവറി സ്ട്രൈഡ് എന്ന് പറയുമല്ലോ, ഫോളോ ത്രൂ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അകത്ത് അതിലൂടെ ഈ സ്പൈക്കൊക്കെ ഇട്ട ഷൂസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് പൊട്ടലും അല്ലെങ്കിൽ ഹോൾസും കാര്യങ്ങളൊക്കെ വരാം, ഫുട് ഹോൾസ് വരാം. അപ്പോൾ അത് റീടർഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർഫ് എന്ന് പറഞ്ഞൊരു പ്രത്യേക മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു മണ്ണും ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമായതുകൊണ്ട് അത് ചെയ്യാനുള്ളൊരു അവസരം അമ്പയർമാർ ഒരുക്കും. എന്നിട്ട് ഈ ക്വിക്കായിട്ട് സെറ്റിങ്സ് ചെയ്യുന്ന ഫില്ലിങ്സ് ആയിരിക്കും ഈ പറഞ്ഞ കേസിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പിച്ച് ചിലപ്പോൾ ഡ്രൈ ചെയ്ത് കുറേ ദിവസങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഈ ഒരു നിലയിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ടൈം നമുക്ക് ഇല്ലല്ലോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പ് വരുത്താനാണ് പറയുന്നത്. സെക്യൂറിങ് ഓഫ് ഫുട് ഹോൾസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ പിച്ച് ഡ്യൂറിങ് ദ പ്ലേ, അമ്പയർ ഷാൽ അലോ ദ പ്ലേയേഴ്സ് ടു സെക്യൂർ ദ ഫുട് ഹോൾസ് ബൈ യൂസ് ഓഫ് sawdust, provided that no damage to the pitch is caused and law 41 is not contravened. law 41 അൺഫെയർ പ്ലേ ആണ്. അതെന്താണെന്നുള്ളത് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് അൺഫെയർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടിടാൻ പാടില്ല എന്നുള്ള മീനിങ്ങിൽ നമ്മുടെ സോഡസ്റ്റ് ഇല്ലേ, നമ്മുടെ അറക്കപ്പൊടിയില്ലേ, അപ്പോൾ അതൊക്കെ കൊണ്ടിടാനുള്ള അമ്പയർമാർ സമ്മതിക്കും. പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ ഫുട്ബോളിലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കാല് തെന്നിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലേ, അപ്പോൾ ആ ഒരു കേസിൽ സോഡസ്റ്റ് കൊണ്ടിടാമെന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ലോക്കലായിട്ട് നോൺ ടർഫ് പിച്ചുകളിൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 9.1 to 9.7 9.1 to 9.7 മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതായത് ഈ പറഞ്ഞ ടർഫ് പിച്ചിൽ എന്ത് പറഞ്ഞോ അതെല്ലാം ഇതിലും പറ്റുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്.